പല പല ജില്ലകളിലെ ഓഡിഷൻസ് വെച്ചിട്ടാണ് ഒരുപാട് കുട്ടികളിൽ നിന്നാണ് എടുത്തത്. അപ്പം നമ്മളിപ്പോ ടി വിയിൽ കണ്ടോണ്ടിരിക്കുന്ന ഡ്രാമ ജൂനിയേഴ്സിൽ സെലക്ടഡ് ആയിട്ട് എപ്പിസോഡ്സിൽ കണ്ടോണ്ടിരിക്കുന്ന പിള്ളേര് വിരലിലുണ്ടാവുന്ന പിള്ളേരേ ഉള്ളൂ. പക്ഷെ എത്രയോ ഇരട്ടി അധികം പിള്ളേര് പുറത്തുണ്ട്. അപ്പൊ പലർക്കും ഒന്നുകിൽ ചാൻസ് കിട്ടാതെ, അല്ലെങ്കിൽ ഈ ഓഡിഷനെ കുറിച്ച് അറിഞ്ഞില്ലായിരിക്കും, അല്ലെങ്കിൽ ഓഡിഷൻ വരാൻ എന്തെങ്കിലും സാഹചര്യം കൊണ്ട് പറ്റിയില്ലായിരിക്കും, അല്ലെങ്കിൽ വീട്ടുകാർ ചിലപ്പോൾ ആ ഒരു എഫേർട്ട് എടുത്ത കാണത്തില്ല. പല പല റീസൺസ് കൊണ്ട് മിസ്സായ ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള പിള്ളേര് പുറത്തുമുണ്ട്. ഈ ഡ്രാമ ജൂനിയേഴ്സിൽ മാത്രമല്ല, വന്ന കുട്ടികൾ എന്തൊക്കെയോ റീസൺസ് കൊണ്ട് ഭാഗ്യം കൊണ്ടൊക്കെ ഇവിടെ എത്തി. അപ്പൊ അവരെ കണ്ട് ഇനിയുള്ള അടുത്ത ഇപ്പൊ ഇതിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ അനിയത്തി പിള്ളേരും അനിയന്മാർക്കും ഒക്കെ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. എന്റെ ചേച്ചി അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഇളയതുങ്ങൾക്കും അങ്ങനെയൊക്കെ വരാനുള്ളൊരു സീസണിലേക്കുള്ള ഇത് അല്ല മണിക്കുട്ട, മിയ പറഞ്ഞ കറക്റ്റാണ്. അപ്പോഴാണ് ഇങ്ങനെയുള്ള ഷോസ് ഒക്കെ അടുത്ത സീസൺ